വർഷങ്ങൾക്ക് മുമ്പ് നഗരസഭയുടെ മാലിന്യം നിക്ഷേപിച്ചിരുന്ന സ്ഥലമാണ് CPM പാലക്കാട് ഏരിയ കമ്മിറ്റി ഓഫീസ് സെക്രട്ടറി കയ്യേറിയത്. 53 സെന്റ് സ്ഥലമാണ് രാഷ്ട്രീയ സംഘടന സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ഒരു CPMന്റെ പ്രാദേശിക നേതാവ് വേലികെട്ടി വളച്ചു വെച്ചിരിക്കുന്നത്. ഈ ഭൂമി അടിയന്തരമായി വേലികെട്ടി വളയ്ക്കുന്നതിനുണ്ടായ സാഹചര്യം റീസർവേ നടപടികൾ മുനിസിപ്പാലിറ്റിയിൽ പുരോഗമിച്ചു വരികയാണ്. അതിൻ്റെ ഭാഗമായി കൈവശം കാണിക്കുന്നതിന് വേണ്ടിയാണ് അടിയന്തര പ്രാധാന്യം നൽകി ഈ ഭൂമി വളച്ചു കെട്ടിയിരിക്കുന്നത്. കയ്യേറ്റം സംബന്ധിച്ച് മുനിസിപ്പാലിറ്റിക്ക് പരാതി ലഭിച്ചെങ്കിലും ഒരു മാസത്തിനു ശേഷമാണ് സ്ഥലമൊഴിയാൻ നോട്ടീസ് നൽകിയത്. വില്ലേജ്, പഞ്ചായത്ത് രേഖകളിൽ നഗരസഭ കുപ്പത്തൊട്ടി എന്നാണ് ഈ ഭൂമി സംബന്ധിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വില്ലേജ് ഓഫീസർ നഗരസഭാ സെക്രട്ടറിക്ക് നൽകിയ റിപ്പോർട്ടിലും നഗരസഭയുടെ സ്ഥലമാണിതെന്നും അതിനാൽ കമ്പിവേലി കെട്ടി സംരക്ഷിക്കണമെന്നും പറയുന്നുണ്ട്. എന്നാൽ കയ്യേറ്റക്കാരന്റെ ട്രാക്ടറിന്റെ ഭാഗമടക്കം ഈ സ്ഥലത്ത് ഇപ്പോഴും കിടക്കുകയാണ്. കോൺഗ്രസ് നഗരസഭ ഭരിക്കുമ്പോഴും CPM പ്രാദേശിക നേതാവ് നടത്തിയ കയ്യേറ്റം ഒഴിപ്പിക്കാനുള്ള നടപടികൾ എടുക്കാത്തത് യൂത്ത് കോൺഗ്രസിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. കയ്യേറ്റം ചെയ്ത ഭൂമി പിടിച്ചെടുക്കൽ സമരത്തിന് ഒരുങ്ങുകയാണ് യൂത്ത് കോൺഗ്രസ്. അതേസമയം കയ്യേറ്റം ഉടൻ ഒഴിപ്പിക്കുമെന്ന് നഗരസഭാ ചെയർമാൻ മീഡിയ വണിനോട് പറഞ്ഞു. നഗരസഭയുടെ സ്ഥലം ഏകദേശം 50ഓളം സെന്റ് സ്ഥലം അവിടുത്തെ ഒരു വ്യക്തി, അത് CPM ആണോ കോൺഗ്രസ് ആണോ എന്നുള്ളത് അറിയില്ല, ഒരു വ്യക്തി കയ്യേറി വെച്ചതായി അവിടുത്തെ കൗൺസിലർ പരാതി തന്നിരുന്നു. അപ്പോൾ സർവേയർക്ക് ഞങ്ങൾ ഫയലുണ്ടാക്കി സർവേയർക്ക് കൊടുത്തു. സർവേയർ അന്വേഷണം നടത്തി ആ സ്ഥലം നഗരസഭൻ്റെ ഇതാണെന്നുള്ളത് അറിയുവാൻ കഴിഞ്ഞു. അത് ഒഴിയാൻ വേണ്ടി അവർക്ക് നോട്ടീസ് കൊടുക്കും. അതാണല്ലോ അതിൻ്റെ മര്യാദ. ഒഴിയാൻ വേണ്ടി ഒരു നോട്ടീസ് കൊടുക്കും. നോട്ടീസ് കൊടുത്ത് ഒരു ഇത്ര ദിവസം എന്നൊരു കാലാവധി ഉണ്ട്. അതിനകം ഒഴിഞ്ഞില്ല എങ്കിൽ നഗരസഭ അത് ഒഴിപ്പിച്ചെടുക്കും. 1 സെന്റ് സ്ഥലത്തിന് 3 ലക്ഷം രൂപ വരെ വരുന്ന സ്ഥലത്താണ് സ്വകാര്യ വ്യക്തി 53 സെന്റ് സ്ഥലം കയ്യേറിയത്. നഗരസഭ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന വ്യവസായ പാർക്ക് മാട്ടുമന്തയിലെ ഈ ഭൂമിയിൽ തുടങ്ങണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. സാജിദ് അജ്മൽ, മീഡിയ 1, പാലക്കാട്.